early ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് നോക്കാം. ടൈറ്റിൽ നോക്കിയേ, പരിശ്രം എന്ന് വെച്ചാൽ അധ്വാനിക്കുക. കഠിനമായി അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതിനെപ്പറ്റിയാണ് ഈ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. താഴേക്ക് നോക്കിയ മഹാത്മാഗാന്ധിജിയുടെ വരികളാണ് തന്നിരിക്കുന്നത്. കുച്ച് ലോകെ സഫലത കെ കേവൽ സപ്നെ ദേഖത്തെ ഹായം. കുച്ച് ലോകെ കുറേ ആളുകൾ, സഫലത വിജയം, സപ്നെ സ്വപ്നം കുറച്ച ആളുകൾ വിജയം നേടുന്നത് സ്വപ്നം കണ്ടിരുന്നു. ജബ് കി അന്യ വ്യക്തി ജഗാത്തെ ഹേ ആർ കടി മേഹനത്ത് കർത്തെ ഹായ്. ജാഗിന ഉണരുക എന്ന വാക്കാണ് കേട്ടോ. കടി മേഹനത്തെ കഠിനമായി അധ്വാനിക്കുക. മറ്റു ചിലർ, അന്യ വ്യക്തികൾ എന്ന് വെച്ചാൽ മറ്റു ചിലർ ഉണർന്നിരുന്ന് കഠിനമായി പ്രയത്നിക്കുന്നു. കുറച്ചാളുകൾ എന്ത് ചെയ്യുന്നു? വിജയം നേടുന്നത് സ്വപ്നം കാണുമ്പോൾ മറ്റു ചിലർ ഉണർന്നിരുന്ന്, ജാഗ്തെ ഉണർന്നിരുന്ന് കഠിനമായി പ്രയത്നിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വരികളാണ്. പാഠത്തിൻ്റെ ടൈറ്റിൽ നോക്കിയേ, ഗാന്ധിജിക്ക് നമക്ക് കഥ. ഗാന്ധിജിയുടെ ഉപ്പിൻ്റെ കഥ. എഴുതിയത് ഉദയൻ വാജ്പേയി ആണ്. അദ്ദേഹത്തിൻ്റെ കഹാനിയാണ് പാഠഭാഗം. ഉദയൻ വാജ്പേയി. വായിക്കാൻ പറ്റുമല്ലോ. സ്റ്റോറിയിലേക്ക് കടക്കാൻ നോക്കിയേ. ഏക് രാജാ കെ തീൻ ബേട്ടിയാം ഥി. ഒരു രാജാവിന് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. തും ചാഹേ തോ ഉസ് രാജാ കി 4 ബേട്ടിയാം ഭി ഹോ സക്തി ഹേ ഇസ് കഹാനി മേ. കഹാനി കഥ, ചാഹ് ആഗ്രഹം, ബേട്ടിയാം പെൺമക്കൾ. തും ചാഹേ തോ നിങ്ങൾ ആഗ്രഹിക്കുക ആണെയെങ്കിൽ, ആ ഉസ് രാജ എന്ന് വെച്ചാൽ രാജാവിന്, ചാർ എന്ന് വെച്ചാൽ 4 പെൺമക്കൾ വരെ ഉണ്ടാകാൻ കഴിയും ഈ കഥയിൽ. നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ രാജാവിന് എത്രയാ? 4 പെൺമക്കൾ വരെ ഉണ്ടാകാൻ കഴിയും ഈ കഥയിൽ എന്നാണ്. രാജാനെ ഉൻസെ പൂച്ചാക്കി വേ ഉനെ കിത്തന പ്യാർ കർത്തി ഹൈ. രാജാവ് അവരോട് ചോദിച്ചു, അദ്ദേഹത്തെ നിങ്ങൾ എത്രത്തോളം, കിത്തന എന്ന് വെച്ചാൽ എത്രത്തോളം, പ്യാർ കർത്തി ഹെ സ്നേഹിക്കുന്നു എന്ന്. പഹലിനെ കഹ, ഒന്നാമത്തെ പെൺകുട്ടി പറഞ്ഞു, മേൻ തുമേ ഉത്തന സാരാ പ്യാർ കർത്തി ഹും ജിത്തന ബെഡാ സൂരജ് ഹേ. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇത്രമാത്രമാണ് സ്നേഹിക്കുന്നത് അങ്ങയെ. എങ്ങനെയാന്ന് നോക്കിയേ, ജിത്തന ബെഡാ സൂരജ് ഹേ. സൂര്യൻ എത്രമാത്രം വലുതാണോ അത്രയും, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. സൂരജ് എത്രമാത്രം വലുതാണോ അതിനേക്കാൾ അധികം ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. രാജാനെ കുശി സെ സിർ ഹിലാ ദിയ. രാജാവ് കുശി, സന്തോഷത്തോടെ, സിർ ഹിലാന തലയിളക്കുക, തലയാട്ടുക എന്നൊക്കെ പറയും. അപ്പം അദ്ദേഹം സന്തോഷത്തോടെ തലയിളക്കി. ദൂസരിനെ കഹ, രണ്ടാമത്തവൾ പറഞ്ഞു, മേൻ തുമേ ഉത്തന ചാഹത്തി ഹും ജിത്തനെ ചാന്ദ് സിതാരെ ആസ്മാൻ മേ ഹേ. ആസ്മാൻ ആകാശം, ചാന്ദ് ചന്ദ്രൻ, സിതാരെ നക്ഷത്രം. ഞാൻ താങ്കളെ എന്തിനു ഇത്രത്തോളം സ്നേഹിക്കുന്നു. എങ്ങനെയാണെന്നൊക്കെയും, ആകാശത്തിലെ ആരെ പോലെയാണ്? ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ആകാശത്തിലെ ആരെ പോലെയൊക്കെയാണ്? ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. രാജാനെ കുശി സെ സിർ ഹിലായ. രാജാവ് സന്തോഷത്തോടെ തലയിളക്കി. और तीसरी बेटी की तरफ देखा. എന്നിട്ട് മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി. തരഫ് എന്ന് വെച്ചാൽ ഭാഗം, അവളുടെ ഭാഗത്തേക്ക് നോക്കി. തീസരി ചുപ് കടി ധി. മൂന്നാമത്തവൾ ചുപ് എന്ന് വെച്ചാൽ മിണ്ടാതെ നിന്നു. വഹ് ബോലി, അവൾ പറഞ്ഞു, മേൻ തുമേ കാനെ മേം നമക്ക് ജിത്തന പ്യാർ കർത്തി ഹോം. ഞാൻ എന്ത് ചെയ്യുന്നു? ആഹാരത്തിലെ, ഭക്ഷണത്തിലെ ഉപ്പിനെ പോലെ, നമക്കിനെ പോലെ താങ്കളെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. കഹാനി ലംബി ചൽത്തി ഹേ. കഹാനി കഥ അങ്ങനെ നീണ്ടുപോയി. നോക്കിയേ, പഹ്ലെ രാജാ കോ യഹ് ജവാബ് പസന്ത് നഹീം ആത്ത. ജവാബ് മറുപടി, പസന്ത് ഇഷ്ടം. പഹ്ലെ എന്ന് വെച്ചാൽ ആദ്യം, രാജാവിന് മറുപടി ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്തമേം, എന്നാൽ കഥയുടെ അവസാനം, അന്തെന്ന് വെച്ചാൽ അവസാനം, വഹ് രാജാ ഖാനെ മേം തഥാ ജീവൻ മേ നമക്ക് കെ മഹത്വ കോ സമച്ച് ജാതാ ഹേ. രാജാവിനെ ആഹാരത്തിലും ജീവിതത്തിലും നമക്കിൻ്റെ എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായി. തബ് അപ്പോൾ അപ്പനി ചോട്ടി ബേട്ടിക്ക് പ്യാർ കി ഗഹറായി കി സമച്ച്താ ഹേ. സമച്ചിന മനസ്സിലാകുക, ഗഹറായി ആഴം. അപ്പോഴാണ് തൻ്റെ ചോട്ടി ബേട്ടി എന്ന് വെച്ചാൽ ഇളയ മകൾ അല്ലേ, അവളുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാവുകയും ചെയ്തത്. അടുത്ത നോക്കിയേ, തും ധ്യാൻ സെ പഠെ തോ പാओगी कि यह कहानी इन तो राजा की है.
ഓക്കെ, ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ അല്ലേ. നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ, പഠയത്തെന്ന് വെച്ചാൽ പഠിക്കുകയാണെങ്കിലേ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ് കഹാനി എന്നൊക്കെ യഹ് കഹാനി നത്തോ രാജാ കി ഹേ. യഹ് കഥ എന്ന് വെച്ചാൽ ഈ കഥ രാജാവിൻ്റെ അല്ല. ന ഉസ്കി പസന്ത് കി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയും അല്ല. ഓക്കെ, യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോം കെ ബാരെ മേ ഹേ. ഈ കഥ അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടേതും അല്ല. എന്നുവെച്ചാൽ പെൺമക്കളുടെ കഥയാണ് പറഞ്ഞത്, അതും അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ന ഉൻകെ കഹനെ കെ ബാരെ മേ ഹേ, അയാളോട് പറഞ്ഞതിനെ പറ്റിയും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത നോക്കിയേ, യഹ് നമുക്ക് കി കഹാനി ഹേ. ഇതൊന്നുമല്ല, രാജാവിൻ്റെയും മക്കളുടെയും ഒന്നും കഹാനിയല്ല. പിന്നെയോ യഹ് നമുക്ക് കി കഹാനി ഹേ, ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാ ഗാന്ധിജി ने भी एक नमक की कहानी लिखी थी. മഹാത്മാ ഗാന്ധിജി ഏക് നമക് കി കഹാനി ലിഖി ഥി, ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഉപ്പിൻ്റെ കഥയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. മക്കേ കഹാനി ഉന്നോനെ ബോൽക്കർ നഹീൻ ലിഖി, ആ കഥ അദ്ദേഹം ബോൽക്കർ നഹീൻ ഹേ, പറഞ്ഞുകൊണ്ടല്ല എഴുതിയത്. ഉപ്പിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അല്ല എഴുതിയിരുന്നത്. കഹാനി ഉന്നോനെ ചൽക്കർ ലിഖി ഥി, ആ കഥ അദ്ദേഹം നടന്നുകൊണ്ടാണ് എഴുതിയത്. കഹാനി ഉന്നോനെ സൈക്കടോം മീൽ ചൽക്കർ ലിഖി ഥി, സൈക്കടോം നൂറുകണക്കിന്, ആ കഥ അദ്ദേഹം നൂറുകണക്കിന് മൈൽ നടന്നുകൊണ്ടാണ് ഈ കഥ എഴുതുകയും ചെയ്തത്. കേട്ടത് ഉൻകെ സാത്ത് കൂടെ ചൽ രഹേ ദേശ ഭർ കെ ലോഗോം നെ ലിഖി ഥി, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ദേശത്തുള്ള എല്ലാവരും എഴുതിയതായിരുന്നു ഈ കഹാനി എന്ന് പറയുന്നു. അടുത്ത നോക്കിയ, ബേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോം ദ്വാരാ കി ജാ രഹി അന്ധാദ്വന്ദ് ലൂട്ട് സേ ചിന്തിത് ഥേ. അന്ധാദ്വന്ദ് എന്ന് വെച്ചാൽ നിയന്ത്രണമില്ലാത്ത, ലൂട്ട് കൊള്ളയടിക്കുക എന്ന വാക്കാണ്. നോക്കിയ, ബേ സബ് ഹമാരെ ദേശ് മേ, അവരെല്ലാവരും നമ്മുടെ ദേശത്തെ ബ്രിട്ടീഷുകാർ മുഖാന്തരം നിയന്ത്രണമില്ലാത്ത കൊള്ളയിൽ അവർ ചിന്തിതർ ആയിരുന്നു. ബ്രിട്ടീഷുകാർ മുഖേന നമ്മുടെ ദേശത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത കൊള്ളയിൽ അവർ ചിന്തിതർ ആയിരുന്നു. ജോ ഹമാരെ ദേശക്കോ അംഗ്രേസോം കെ ചങ്കുൽ സേ ചുടാന ചാഹത്തെ ഥേ. ജോ ഹമാരെ ദേശക്കോ, അവർ നമ്മുടെ ദേശത്തെ ബ്രിട്ടീഷുകാരുടെ ചങ്കുൽ നശ പിടിയിൽ നിന്ന്, ചുടാന മോചനം, ചാഹ ആഗ്രഹം, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും മോചനമാണ് അവർ ആഗ്രഹിക്കുകയും ചെയ്തത്. ജിന്നോനെ ഭാരത് ദേശിക്ക് നയി തരകസെ ചലാനെ കാ സ്വപ്നം ആംഖോമേ ലിയാ ഥാ. ജിന്നോനെ അവരെന്താ ചെയ്യുന്നൊക്കെ ജിന്നോനെ ഭാരതദേശിക്ക്, അദ്ദേഹം ഭാരതദേശത്തിൻ്റെ ജിന്നോനെ ഭാരതദേശിക്ക് നയി തരകെന്ന് വെച്ചാൽ പുതിയ രീതിയിൽ, ചലാനേക്ക നമ്മുടെ ദേശത്തെ പുതിയ രീതിയിൽ പോകാനുള്ള സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എന്താ ഉണ്ടായിരുന്നത്? നമ്മുടെ ദേശം നല്ലതുപോലെ മുന്നോട്ടല്ലേ പോകാനുള്ള ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ടത്. അടുത്ത നോക്കിയേ, ഒൻദിനോ അംഗ്രേസോം നെ ഭാരത് മേ നമക് പറേ ടാക്സ് രഖാ ഥാ. ആ ദിനങ്ങളിൽ അംഗ്രേസുകാർ, ബ്രിട്ടീഷുകാർ ഭാരതത്തിൻ്റെ മുകളിൽ നമക്കെന്ന് വെച്ചാൽ ഉപ്പിനെ ടാക്സ് നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇസ്സേ നമക്ക് ബഹുത്ത് മഹങ്ക ഹോ ഗയാ ഥാ. ഇതുകൊണ്ട് ഉപ്പിന് വളരെയധികം വില കൂടിയിരുന്നു. ഒരു ടാക്സ് നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഉപ്പിന് വളരെയധികം അധികം വില കൂടിയിരുന്നു. और इसे अंग्रेज़ों ने भारत के लोगों की खुद नमक बनाने से रोक रखा था. रोकिना തടയുക. ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ജനങ്ങൾ ഖുദെന്ന് വെച്ചാൽ സ്വയം ഉപ്പുണ്ടാക്കുക എന്നതിനെ റോക്കിന തടയുകയും ചെയ്തു. അത് മാത്രമല്ല നോക്കിയാൽ, അഗർ കോയി अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती थी. സസ എന്ന് വെച്ചാൽ ശിക്ഷ. ആരെങ്കിലും സമുദ്രത്തിലെ, അവരുടെ സ്വന്തം സമുദ്രത്തിലെ അപ്പനെ സമുദ്രം എന്ന് വെച്ചാൽ സ്വന്തം സമുദ്രത്തിലെ ജലം കൊണ്ട് ഉപ്പ് നിർമ്മിക്കുകയാണല്ലേ, ഉണ്ടാക്കുകയാണ് എങ്കിൽ അവർക്ക് എന്തുകൊടുക്കും? ശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജനങ്ങളെ അവരുടെ സാഗരത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും
പാനി ശേഖരിച്ച് നമക്കെന്ന് വെച്ചാൽ ഉപ്പുണ്ടാക്കിയിരുന്നു എങ്കിൽ അവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. അത്രയും നിൽക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം സെക്കൻഡ് പാർട്ട് പഠിക്കാം. ഫസ്റ്റ് പാർട്ടായിട്ട് അത്രയും നിൽക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കണം കേട്ടോ. മക്കളെല്ലാവരും ഇത് നല്ലതുപോലെ വായിച്ച് പഠിച്ച് വെക്കുക. നല്ല പാഠഭാഗമാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.